ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനതയുടെ ജീവിതയാത്രയുടെ വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ഇസ്രായേൽ ജനം, സ്വതന്ത്രമാവുന്ന ഇസ്രായേൽ ജനം വിവിധങ്ങളായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ 40 വർഷത്തെ യാതനകളിലൂടെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ചെറിയ ചരിത്രത്തിലൂടെയാണ്, അതിൻ്റെ ദൈവശാസ്ത്രത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ വാഗ്ദാനം ചെയ്യപ്പെട്ട മക്കളാണ് നമ്മളെന്നും, കർത്താവിൻ്റെ വിശുദ്ധ സ്ലീവായാൽ മുദ്രണം ചെയ്യപ്പെട്ടവരാണെന്നും, കർത്താവിൻ്റെ അഭിഷിക്തരാണെന്നുമുള്ള ആഴമായ ബോധ്യവും അതുപോലെ തന്നെ വിശ്വാസവുമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഴി നടത്തുന്നത് എന്നുള്ള ആഴമായ ഉൾക്കാഴ്ച ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ, അവിടുത്തെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. സംഖ്യയുടെ പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായത്തെക്കുറിച്ച് പ്രതിപാദനങ്ങളാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായം മോശയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനം കാദേശിൽ നിന്ന് ഏദോമിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ്. ഏദോമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ ഏദോമിന്റെ ബോർഡറിലൂടെ അത്തറീം എന്ന് പറയുന്ന ദേശത്തൂടെ, അതാൽ അറാദ് എന്ന് പറയുന്ന ദേശത്തൂടെ അവര് യാത്ര ചെയ്യുന്ന രംഗങ്ങളാണ് 21-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ഈ യാത്ര ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് 21-ാമത്തെ അധ്യായം. നമുക്കറിയാം, തെൽ അറാദ് എന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു. തെൽ അറാദ് ഒരു ആർക്കിയോളജിക്കൽ സെന്റർ ആണ്. ഇന്നും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. കാനാൻകാര് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. കാനാൻ എന്ന വാക്ക് പറയുമ്പോൾ ഒരു വിഭാഗം ജനതകളെയാണ് ഇത് സൂചിപ്പിക്കുക. അതായത് കാനാൻ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പൊതുവായ ഒരു വാക്കാണ്. അതിൻ്റെ ഉള്ളിലായിരിക്കാം ജബുസേരും അമോര്യരും അമ്മോന്യരും തുടങ്ങിയ ആളുകളൊക്കെ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കാനാൻ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ഇപ്പോഴുള്ള ഇസ്രായേൽ, പാലസ്തീൻ, ലെബനോൺ, സിറിയ, ജോർദാൻ എന്നീ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ കാനാൻ പ്രദേശം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെയുള്ള ഒരു തെൽ അറാദ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു രാജാവിനെതിരെ ഇസ്രായേൽ ജനതയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന രംഗമാണ് പ്രത്യേകിച്ച് 21-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് കുറെ പേർത്തോട് ഇസ്രായേൽ കർത്താവിനോട് ശപഥം ചെയ്തു, അങ്ങ് ഈ ജനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും. ഇതാണ് ശപഥം ചെയ്യുന്നത്. കർത്താവ് അതിനെ അനുവദിച്ചു കൊടുക്കുക. തെൽ അറാദിലെ ഈ രാജാക്കന്മാരെ കാനാന്യർക്കെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്തു. അതുവഴിയായി ഇസ്രായേൽ വിജയം നേടി കാനാന്യരെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്തു. ഇപ്രകാരം അവരുടെ വഴി, ഏദോമിന്റെ ബോർഡറിലൂടെയുള്ള അവരുടെ വഴി സുഗമമാക്കുന്ന രംഗമാണ് 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ കാണുക. എന്നാൽ അടുത്ത തിരുവചനങ്ങൾ ഭാഗം എന്ന് പറയുന്നത് അത് വളരെ പ്രത്യേകതയുള്ളതാണ്. ദൈവം ആദ്യത്തെ ഭാഗത്ത് ഒരു അനുഗ്രഹം കൊടുത്തു. അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. എനിക്ക് നീ അവരെ തരികയാണെങ്കിൽ, കാനാന്യരെ തരികയാണെങ്കിൽ ഞാൻ അവരെ നിശേഷം നശിപ്പിച്ചു കൊള്ളാം. ദൈവം അവർക്ക് കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, അവർ നശിപ്പിച്ചു. എന്നാൽ ആ അനുഗ്രഹം വിസ്മരിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ഒരു ജനത്തെയാണ് നമ്മൾ 21-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ കാണുന്നത്. അവ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ജനം, അങ്ങനെ റിബല്യസ് ആയിട്ട് നിൽക്കുന്ന മർമറിങ് ആയിട്ടുള്ള ജനം, ആ ജനത്തിനെതിരെ ദൈവത്തിന്റെ ക്രോധം ആഞ്ഞടിക്കുന്നു. അങ്ങനെ ആ ക്രോധം എങ്ങനെയായിട്ട് മാറി? ഇതാ അഗ്നേയ സർപ്പങ്ങളെ അയച്ച് ദൈവമായ കർത്താവ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ആളുകൾ അഗ്നേയ സർപ്പം വന്ന് ഓരോരുത്തരെ കൊത്തുന്നു. അവർ മരിച്ചു വീഴുന്നു. ഇത് കണ്ട് ജനം പരിഭ്രാന്തരായി മോശയോട് പറയുകയാണ്, ഞങ്ങൾ ഇതാ മരിച്ചു വീഴുന്നു, ഞങ്ങളുടെ ജനം മരിച്ചു വീഴുന്നു, ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. മോശ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിച്ചു. മോശയോട് ദൈവമായ കർത്താവ് പറയുകയാണ്, നീ ഒരു പിത്തള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി, അഗ്നേയ സർപ്പത്തെ ഉണ്ടാക്കി മുകളിൽ പിടിച്ചു നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ നോക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും.
മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ഈ അഗ്നേയ സർപ്പത്തെ നോക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. ഇതാണ് ഈ തിരുവചന ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കമായിട്ട് നിൽക്കുക. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മൾ കാണുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് ഇസ്രായേൽ ജനം ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്തു, ദൈവം അവരെ മറ്റു ജനതകൾക്കായിട്ട് വിറ്റു. ആ ജനത ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചു, ദൈവം അവർക്കൊരു സഹായകനെ കൊടുത്തു. പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ജനം പാപം ചെയ്തു, അതുകൊണ്ട് ജനത്തെ ദൈവം ഈജിപ്തുകാരുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ജനം ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചു. ഈ ജനത്തിന്റെ നിലവിളിയുടെ സ്വരം കർത്താവിന്റെ കാതുകളിൽ എത്തി. അപ്പോൾ ദൈവമായ കർത്താവ് മോശയെ തെരഞ്ഞെടുത്തു. ഇതെല്ലാം ഒരുപോലെയാണ് കാണുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും ഇപ്രകാരമാണ് കാണുന്നത്. ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ ആഞ്ഞടിച്ചു. ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. ഇവർക്ക് വേണ്ടി മോശ നിലവിളിച്ചു. മോശയുടെ കയ്യിൽ ഉയർത്തപ്പെട്ട ഈ പിത്തള സർപ്പം ഒരു രക്ഷകനായിട്ട് മാറി. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? പിത്തള സർപ്പത്തിന് പറയുന്ന പേരാണ് നെഹുസ്താൻ. ഇത് നമ്മൾ നോക്കുമ്പോഴേയും പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വിഗ്രഹാരാധനയാണോ എന്ന് തോന്നിപ്പോകും. എന്താണ് ഈ ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം? മോശ ഉയർത്തിയത് പിത്തള സർപ്പമാണ്. ഹെബ്രായ ഭാഷയിൽ നഹാഷ്, നെഹോഷത്ത് എന്ന് ഈ ഭാഗത്തെ വിളിക്കുന്നു. ഇതിന്റെ അർത്ഥം നഹാഷ്, നെഹോഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം മന്ത്രവാദം എന്നാണ്. ഏദോമിന്റെ ബോർഡറിൽ കൂടി ഇസ്രായേൽ ജനം പോകുമ്പോൾ അവർ അനുഭവിക്കുന്നത്, അവർ യാത്ര ചെയ്യുന്നത് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ്. ഒന്നാമതായിട്ട് കാണുന്നത് ഈ ഒരു മന്ത്രവാദത്തിന്റെ ശൈലി, നെഹുസ്താൻ അല്ലെങ്കിൽ നെഹോഷത്ത് എന്ന് പറയുന്ന ആ വാക്ക്. അടുത്തൊരു സ്ഥലം 10-ാമത്തെ വാക്യത്തിൽ 21:10 അനന്തരം ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് ഒബോത്തിൽ ചെന്ന് പാളയമടിച്ചു. ഈ ഒബോത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം മരിച്ചവരുടെ ഇടം എന്നാണ്, അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ സ്ഥലം എന്നാണ്. 21-ാം അധ്യായം 11-ാമത്തെ തിരുവചനം നോക്കിയേ. അവിടെ നിന്ന് പുറപ്പെട്ട് മോവാബിനെതിരെയുള്ള മരുഭൂമിയിൽ ഈയെ അബറീമിൽ കിഴക്കിന് അഭിമുഖം പാളയമടിച്ചു. ഈയെ അബറീം എന്ന വാക്കിന്റെ അർത്ഥം നാഗം അല്ലെങ്കിൽ സർപ്പം എന്നാണ്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ, ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ അവർ കടന്നു പോകുന്നത് മന്ത്രവാദത്തിന്റെ സ്ഥലത്തിലൂടെയാണ്. ആദ്യം കാണുന്നത് ഈ ഒരു തെൽ അറാദ് എന്ന് പറയുന്ന ദേശത്തിന് ശേഷം കടന്നു വരുന്ന ഒരു ഭാഗത്ത് ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ പോയപ്പോൾ അവർ കണ്ടുമുട്ടുന്നത് ഒരു മന്ത്രവാദമാണ്. നൊഹേഷത്ത് എന്ന് പറയുന്ന മന്ത്രവാദം. 2 ഒബോത്ത് എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോകുമ്പോൾ മരിച്ചവരുടെ ഇടം അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ സ്ഥലം എന്നുള്ളതിന്റെ അർത്ഥം. ഈയെ അബറീം എന്ന് പറയുന്ന സ്ഥലം, അതും മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട നാഗം എന്ന അർത്ഥമുള്ളത്. ഇപ്രകാരം മന്ത്രവാദത്തിന്റെ സ്ഥലത്തൂടെയാണ് ഇസ്രായേൽ ജനം യാത്ര ചെയ്യുന്നത്. അതിനാൽ മന്ത്രവാദവുമായിട്ട് ഇസ്രായേലിന്റെ കാനാന്യരുടെ ആരാധനയുമായിട്ട് ഈ നെഹുസ്താന് ബന്ധമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ നെഹുസ്താൻ, ഈ സർപ്പത്തെ ഉയർത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് കാനാന്യരുടെ ഒരു ആരാധനയായിട്ട്, വിഗ്രഹാരാധനയായിട്ട് കടന്നു വരും. എന്നാൽ നമ്മൾ ചോദിക്കും, പിന്നെ എന്തിനാ കർത്താവ് പറഞ്ഞത് ഇതിനെ നീ എടുത്തുയർത്താൻ എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് മനസ്സിലാക്കുന്നത് മോശയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇത്. മരുഭൂമിയിലൂടെ യാത്രയുടെ കഥകൾ അവതരിപ്പിക്കുന്ന എല്ലാ ഇടങ്ങളിലും മോശയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി തെളിയിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? പുറപ്പാട് പുസ്തകത്തിന്റെ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, അമലേക്കിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ജനം, ഇവര് തോൽക്കാതിരിക്കാൻ വേണ്ടി മോശ ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിച്ചു, കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ഇത് മോശയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി മനസ്സിലാക്കുന്ന ഒരു രംഗമാണ്. മൂന്നാമതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്ത, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം ധാരാളം ആളുകൾ മരുഭൂമിയിൽ മരിച്ചു വീണത്? അവരുടെ ജനസംഖ്യ വളരെയധികമായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്
എന്നാൽ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ അവർ യാത്ര ചെയ്തപ്പോൾ അവരുടെയൊക്കെ അംഗസംഖ്യ കുറയാനുള്ളതിൻ്റെ കാരണം എന്താണ്? എങ്ങനെയാണ് അവർ മരിച്ചു വീഴുന്നത്? അഗ്നേയ സർപ്പങ്ങളൊക്കെ കാണും വഴികളിലൊക്കെ, അതൊക്കെ കൊത്തിയാണ് ഇസ്രായേൽ മരിച്ചത്. പക്ഷേ അത് കൊത്താനുള്ളതിൻ്റെ കാരണം വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത് ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തു എന്നുള്ളത് കൊണ്ടാണ്. ഇനി 4 നോക്കുന്നത്, കാനാന്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാനാന്യരുടെ ഇടയിൽ പ്രധാനമായിട്ടും ജീവന്റെ നിലനിൽപ്പിനും ഉത്ഭവത്തിനും അവർ ആരാധിച്ചിരുന്ന ദൈവമായിരുന്നു സർപ്പം. സർപ്പത്തെ ജലവുമായും പ്രാവായും ബന്ധിപ്പിക്കുമ്പോൾ ഇവയ്ക്ക് ജീവനുമായുള്ള പ്രാധാന്യത്തെയാണ് കാനാന്യർ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ സർപ്പവും ലൈംഗികതയും തമ്മിലുള്ള ബന്ധമുണ്ട്, ജീവന്റെ അനുഭവവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് സർപ്പത്തെ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനെ നോക്കുക എന്നുള്ളതായിരുന്നു അവസ്ഥ, ജീവന്റെ അനുഭവത്തെ കിട്ടുക എന്നുള്ളതാണ്. ഈ ഒരു ഐഡിയോളജി വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മോശ ഇവിടെ എന്തിനാണ് ഉപയോഗിച്ചത്? ഇസ്രായേൽ ജനത്തിന്റെ മതജീവിതത്തിലൊക്കെ മോശ ഉപയോഗിക്കാനുള്ള കാരണം ദൈവത്തിന്റെ അടുത്തേക്ക്, തങ്ങളുടെ മുറിവേൽപ്പിച്ചവന്റെ അടുത്തേക്ക് തിരികെ വരണമെന്നുള്ള ആഴമായ ഒരു ദൈവശാസ്ത്ര ചിന്ത കൊടുക്കുകയാണ് മോശ ചെയ്യുന്നത്. ആരാണ് തങ്ങളുടെ മുറിവേൽപ്പിച്ചത്, മരണത്തിലേക്ക് കൊണ്ടുപോയത്? ദൈവം തന്നെയാണ് മരണത്തിലേക്ക്. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരിക എന്നുള്ളതിൻ്റെ ഒരു ചിന്ത കൊടുക്കുകയാണ്. സർപ്പത്തെ പണ്ട് കാലങ്ങളിൽ കാനാന്യരുടെ ദൈവമായിട്ട് കരുതിയെങ്കിൽ അതേ കൺസെപ്റ്റ് എടുത്തുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക, അതിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. അതാണ് പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയുടെ ഒരു ദൈവശാസ്ത്രമാണ് പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കുക. സക്രിയയുടെ പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു. അതുപോലെ തന്നെ ജെറമ്യായുടെ പുസ്തകത്തിലൊക്കെ പ്രധാനമായിട്ടും പറയുന്നത് തങ്ങളെ മുറിവേൽപ്പിച്ചവൻ്റെ അടുത്തേക്ക് അവർ പോകാതെ മറ്റു ദേവന്മാരുടെയും ദേവതകളുടെയും അടുത്തേക്ക് അവർ പോയി. ജെറമ്യായുടെ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, അവർ ജീവന്റെ അരുവിയെ അന്വേഷിക്കാതെ പൊട്ടക്കിണറുകൾ എനിക്ക് കുഴിച്ചു. ജീവന്റെ അരുവിയെ അന്വേഷിച്ചില്ല, പൊട്ടക്കിണറുകൾ കുഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏകദൈവത്തെ അനുസരിക്കാതെ അല്ലെങ്കിൽ അവരന്വേഷിക്കാതെ ബഹുദൈവങ്ങളുടെ പിന്നാലെ പോവുകയും പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ജീവന്റെ അംശം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ ജനം ഏകദൈവത്തിൽ നിന്ന് മാറി ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയിരിക്കുന്നു. അതിനാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള ഒരാഹ്വാനമാണ് മോശ മരുഭൂമിയിൽ വെച്ച് പിത്തളസർപ്പത്തെ ഉയർത്തിയതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഹോസിയയുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറയുന്നത്, പാപം ചെയ്തു അകന്നുപോയ ഇസ്രായേൽ ജനം മുഴുവനും വന്ന് പറയുന്ന ഭാഗമാണിത്, നമുക്ക് വരുവിൻ, നമുക്ക് കർത്താവിലേക്ക് പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് നമ്മളെ സൗഖ്യപ്പെടുത്തും, അവിടുന്ന് നമ്മളെ മുറിവേൽപ്പിച്ചു, അവിടുന്ന് തന്നെ നമ്മളെ വെച്ച് കെട്ടും. 2 ദിവസം കർത്താവ് നമ്മൾക്ക് വേദന നൽകി, 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവം, കർത്താവിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ആഹ്വാനം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പിത്തള സർപ്പത്തിൻ്റെ അനുഭവത്തെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെച്ച് കാണിക്കുന്നത്. ഈ പിത്തള സർപ്പത്തിൻ്റെ അനുഭവം അത് തന്നെ ഈശോ പ്രധാനമായിട്ടും ഈ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ വെച്ച് പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു പ്രതീകം കാണിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ. മോശ മരുഭൂമിയിൽ വെച്ച് പിത്തള സർപ്പത്തെ ഉയർത്തി എന്തിനാണ്? അതായത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ. അതുകൊണ്ട് ഈശോയുടെ കുരിശിലേക്ക് ദൈവജനം മുഴുവനും മടങ്ങി വരണം എന്നുള്ളതിൻ്റെ ആഹ്വാനമാണ് പ്രധാനമായിട്ടും ഈ സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് നൽകുക. ഇത് ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപമായിട്ട് സോളമൻ രാജാവിൻ്റെ കാലഘട്ടം മുതലേ ദേവാലയത്തിൽ പ്രതിഷ്ഠ നേടിയ ഒരു വിഗ്രഹമായിരുന്നു ഈ നെഹുസ്താൻ എന്ന് പറയുന്ന വിഗ്രഹം, അല്ലെങ്കിൽ ഈ പിത്തള സർപ്പം. എന്നാൽ നമുക്കറിയാം 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് ജെറുസലേം ദേവാലയം വിശുദ്ധീകരിക്കുന്ന അവസരത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവായ
ആഹാസ് രാജാവ് അസീറിയ ദേവന്മാരുടെയും അസീറിയ ദേവതകളുടെയും ഒക്കെ ബിംബങ്ങളുമൊക്കെ കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ അവയെല്ലാം തച്ചുടച്ച് കളഞ്ഞ് ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ അവിടെ ഉണ്ടായിരുന്ന നെഹുസ്ഥാൻ്റെ ഈ ബിംബവും എടുത്ത് ദൂരെ കളഞ്ഞിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് സോളമൻ രാജാവിൻ്റെ കാലഘട്ടം മുതൽ ഒരു കാലത്ത് ഇത് ഒരു ബിംബമായിട്ട് ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈശോ ഈ ഉപമ പറയാനുള്ളതിൻ്റെ കാരണം ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരാഹ്വാനമായിട്ടാണ്. ഇനി കാണാൻ പോകുന്നത് 21-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോഴത്തേക്കും കാണുന്നത് പല രീതിയിലുള്ള മോവാബ് താഴ്വരയിലെ ആ മോവാബ് താഴ്വരയോട് എത്തി നിൽക്കുന്ന അവസരത്തിൽ സീഹോന്റെ അമോരി രാജാവായ സീഹോനും ഓഗുമൊക്കെ എങ്ങനെയാണ് ഇസ്രായേൽ ജനതയുമായിട്ട് ഏറ്റുമുട്ടിയത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ പ്രധാനമായിട്ടും നൽകുകയാണ്. സീഹോനെയും ഓഗിനെയും ഇതൊക്കെ ഇസ്രായേലിൻ്റെ മതജീവിതത്തിലെ അവരുടെ വായ്മൊഴികളിലെ പാട്ടുകളിലൊക്കെ പ്രധാനമായിട്ടും കടന്നു വരുന്ന വാക്കുകളാണ്. സീഹോനെയും ഓഗിനെയും ഒക്കെ സങ്കീർത്തനങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഈ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ റാഹാബ് പ്രധാനമായിട്ടും പറയുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഇസ്രായേൽ ജനം ഇവരെ എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിലും ഈ ഇസ്രായേൽ ജനം നശിപ്പിച്ച ഈ രാജാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവിടെയും സീഹോനെയും ഓഗിനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അമോര്യരുടെ രാജാക്കന്മാരായ സീഹോനും ഓഗുമൊക്കെ എങ്ങനെ ഇസ്രായേലിനെതിരെ കടന്നു വന്നെന്നും ഇസ്രായേൽ ജനം അതിശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഇവരെയൊക്കെ നശിപ്പിച്ച് മോവാബ് താഴ്വരയിലേക്ക് കടന്നു വന്ന് എപ്രകാരമാണെന്നുള്ള സൂചനകളാണ് 21-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുക. ഇനി 22 മുതലുള്ള തിരുവചനങ്ങൾ അത് മനസ്സിലാക്കുന്നതിന് മുമ്പായി ഇതിൻ്റെ ഈ ഏദോമിൽ വെച്ച് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു സംഗ്രഹം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയാണ് ഏദോമിൻ്റെ ബോർഡറിലൂടെയുള്ള യാത്രയിൽ ഇസ്രായേൽക്കാർക്ക് അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? അവർ പലരും മരിച്ചു വീഴുന്നു. ആ മരണത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അവരെ രക്ഷിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രവാദത്തിൻ്റെ സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നു. അതാ പ്രത്യേകിച്ച് ഒബോത്തിൻ്റെ സ്ഥലം, അബറീമിൻ്റെ സ്ഥലം, മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തൂടൊക്കെ ഇവർ യാത്ര ചെയ്യുമ്പോഴും കാനാന്യരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അവരുടെ മതജീവിതത്തെ ബാധിച്ചിരിക്കാം എന്നുള്ളത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇവരുടെ യാത്രയിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ അവരനുഭവിച്ച വിഷമതകളും പ്രയാസങ്ങളുമൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. ഇവിടെ 27 മുതൽ ഉള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഗായകർ പാടുന്ന ഹെഷ്ബോണിലേക്ക് വരുവിൻ, അത് പുതുക്കിപ്പണിയുവിൻ, സീഹോന്റെ നഗരം പുനഃസ്ഥാപിക്കുവിൻ. എന്തെന്നാൽ ഹെഷ്ബോണിൽ നിന്ന് അഗ്നി പ്രവഹിച്ചു, സീഹോൻ പട്ടണത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ മോവാബിലെ പട്ടണത്തെ വിഴുങ്ങി, അർണോൻ ഗിരികളെ അത് വലയം ചെയ്തു. മോവാബേ നിനക്ക് ദുരിതം, കെമോഷ് നിവാസികളെ നിങ്ങൾക്ക് നാശം. അവൻ തന്റെ പുത്രന്മാരെ അഭയാർത്ഥികളും പുത്രിമാരെ വിപ്രവാസികളുമാക്കി അമൂര്യനായ സീഹോൻ രാജാവിന് നൽകി. നമ്മൾ ഹെഷ്ബോണിന്റെ സന്തതികളെ ദിബോൺ വരെ സംഹരിച്ചു, മെദബ വരെ അഗ്നി കൊണ്ട് അവരെ നമ്മൾ നശിപ്പിച്ചു. ഇസ്രായേൽ ജനം എങ്ങനെയാണ് അമോര്യരുടെ ദേശത്തേക്ക് താമസമാക്കിയത്? മോവാബ് ദേശത്തേക്ക് വരുന്നതിന് മുമ്പ് ചില സ്ഥലങ്ങളൊക്കെ പറയുകയാണ്. ഹെഷ്ബോൺ, അതുപോലെ സീഹോൻ, അർണോൻ, മോവാബ്, അതുപോലെ തന്നെ മെദബ എന്നീ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇന്നും കാണാൻ സാധിക്കും. അമ്മാൻ എന്ന് പറയുന്ന ദേശത്താണ് പ്രധാനമായിട്ടും മദബ എന്ന് പറയുന്ന ദേശം എന്നുള്ളത്. അവിടെ പ്രസിദ്ധമായിട്ട് AD 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മദബ മാപ്പ്, ജിയോഗ്രഫിക്കൽ മാപ്പ്, വിശുദ്ധ നാടിൻ്റെ ഒരു മാപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് ദൈവമായ കർത്താവ് എങ്ങനെയാണ് ഇസ്രായേൽ ജനതയെ അവരുടെ വഴിയിലൂടെ യാത്രയാക്കിയതും നടത്തിയതും എന്നൊക്കെയാണ്. അതുകൊണ്ട് ഈ യാത്രാ വിവരണത്തിലൂടെ കർത്താവ് നമ്മളെ നടത്തുന്ന വഴികളെ ഓർത്ത് ധ്യാനിക്കാനും അവിടുത്തോട് നന്ദി പറയാനുമുള്ള
ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം.